IPLിന്റെ അടുത്ത സീസണിൽ മുഖം മിനുക്കി പുതിയൊരു തുടക്കത്തിന് രാജസ്ഥാൻ റോയൽസ് തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് സൂചനകൾ. നായകൻ സഞ്ജു സാംസൺ ടീം വിടുന്നതിന്റെ വക്കിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴിതാ മുഖ്യ കോച്ചും മുൻ നായകനുമായ ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡിനെയും അടുത്ത വർഷം റോയൽസിൽ കണ്ടേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ദ്രാവിഡിന്റെ മാത്രമല്ല മറ്റ് രണ്ടു പേരുടെയും പരിശീലക സ്ഥാനം തുലാസിലാണ് എന്നും അടുത്ത സീസണിന് മുമ്പ് ഒഴിവാക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ചന്ദ്രകാന്ത് പണ്ഡിറ്റ്, ലക്നൗ സൂപ്പർ ജയൻസിന്റെ ജസ്റ്റിൻ സ്ലാങ്ങർ എന്നിവരാണ് പുറത്താവാനിടയുള്ള കോച്ചുമാർ. IPLിന്റെ കഴിഞ്ഞ സീസണിൽ ടീമിന്റെ പ്രകടനത്തിൽ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് തൃപ്തരല്ല എന്നുള്ളത് ഖേൽ സമാചാറിന്റെ റിപ്പോർട്ടിൽ പറയുകയാണ്. ഇത് മുഖ്യ കോച്ചായ രാഹുൽ ദ്രാവിഡിന്റെ കൂടി വീഴ്ചയാണ് എന്നും അവർ വിലയിരുത്തുന്നുമുണ്ട്. ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ മാറ്റി അടുത്ത സീസണിൽ പുതിയൊരു കോച്ചിനെ കൊണ്ടുവരാൻ റോയൽസ് ആലോചിക്കുന്നത്. 9ാം സ്ഥാനത്താണ് ടീമിന് സീസണിൽ ഫിനിഷ് ചെയ്യാൻ സാധിച്ചത്. 14 മത്സരങ്ങളിൽ 10ലും തോറ്റ അവർക്ക് ജയിക്കാനായത് വെറും 4 കളികൾ മാത്രമാണ്. 2024 സീസണിന് ശേഷമാണ് റോയൽസിന്റെ മുഖ്യ കോച്ചായി ദ്രാവിഡ് ചുമതല ഏറ്റെടുത്തത്. ICCയുടെ T20 ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയ ശേഷം അദ്ദേഹം പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയായിരുന്നു. പിന്നാലെയാണ് തന്റെ മുൻ IPL ടീം കൂടിയായ റോയൽസിന്റെ കോച്ച് റോളിലേക്ക് ഓഫർ വന്നിട്ടുണ്ടായിരുന്നത്. ദ്രാവിഡ് അത് സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ടീം ഡയറക്ടർ കൂടിയായിരുന്ന കുമാർ സംഗക്കാര തന്നെയാണ് 2024 വരെ മുഖ്യ കോച്ചിന്റെ റോളിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹവും നായകൻ സഞ്ജു സാംസണും ചേർന്നുള്ള കോംബോ വിജയമാകുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്തേക്ക് വന്നതോടെ സംഗക്കാര ടീം ഡയറക്ടറുടെ റോൾ മാത്രം വഹിക്കുകയായിരുന്നു. പക്ഷേ സഞ്ജു സംഗക്കാര കോമ്പിനേഷൻ പോലെ സഞ്ജു ദ്രാവിഡ് സഖ്യം വിജയിച്ചിട്ടില്ലായിരുന്നു. സമാപിച്ച സീസണിൽ റോയൽസിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്നും ഇത് തന്നെയായിരുന്നു. സഞ്ജുവും ദ്രാവിഡും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നും റിപ്പോർട്ടുകൾ വന്നതായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനുമായുള്ള മത്സരം ടൈയിൽ കലാശിച്ച ശേഷം സൂപ്പർ ഓവറിന് മുമ്പ് ടീമിന് ദ്രാവിഡ് നിർദ്ദേശങ്ങൾ നൽകവേ സഞ്ജു ഒഴിഞ്ഞു മാറിപ്പോകുന്ന ദൃശ്യങ്ങളും വൈറലായി മാറിയ ഒരു കാര്യം തന്നെയാണ്. ദ്രാവിഡുമായുള്ള ഈ ഒത്തിണക്കമില്ലായ്മ തന്നെയാണ് സഞ്ജു ഇപ്പോൾ ടീം വിടാൻ തയ്യാറെടുക്കുന്നതിന് പ്രധാന കാരണമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ട്രേഡ് വിൻഡോയിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് അദ്ദേഹം ചേക്കേറും എന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തവുമാണ്. ഇത് ശരിവെക്കുന്ന പല സൂചനകളും ഇതിനകം ലഭിക്കുകയും ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ട്രേഡ് വിൻഡോയിൽ ട്രാൻസ്ഫർ സംഭവിച്ചില്ല എങ്കിൽ സഞ്ജുവിനെ അടുത്ത താരലേലത്തിന്റെ പൂളിലും കാണാൻ സാധിച്ചേക്കും. അങ്ങനെ വന്നാൽ എക്കാലത്തെയും ഉയർന്ന തുകയും അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. CSK കൂടാതെ മറ്റൊരു മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ലേലത്തിൽ സഞ്ജുവിനായി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. ദ്രാവിഡിനെ പരിശീലക സ്ഥാനത്ത് നിന്നും നീക്കിയാൽ സംഘക്കാരെ വീണ്ടും ഈ റോൾ ഏറ്റെടുക്കാനുള്ള സാധ്യത തള്ളാനും സാധിക്കുകയില്ല. കാരണം ടീമിന് അടിമുടി അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ടീമിനെ ഉടച്ചു വാർക്കുക എന്നുള്ളത് സംഘക്കാരയ്ക്ക് എളുപ്പവുമായിരിക്കും. അതിനിടെ സഞ്ജുവിനെ പകരം റിയാൻ പരാഗിനെ പുതിയ ക്യാപ്റ്റനാകാൻ റോയൽസ് ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ വരികയാണ്.